എവിടെയാണെങ്കിലും ഭഗവാനോട് സംസാരിക്കും. ക്യൂവിൽ നിൽക്കുകയാണെങ്കിൽ ആൾക്കാർ ചീത്ത പറയുകയാണെങ്കിൽ ഒന്നും വിഷയമാക്കരുത്. നമ്മുടെ കർമ്മം തീർന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ ആൾക്കാർ നമ്മുടെ കർമ്മം എടുത്തുകൊണ്ട് പോകണമെന്ന് വിചാരിച്ചോളാം. എത്ര അധികം നേരം ക്യൂവിൽ നിൽക്കാൻ പറ്റും അത്രയും നേരം ഭഗവാനെ ജപിക്കാൻ പറ്റും. അതുകൊണ്ട് ജപിക്കുക, ഭഗവാനോട് സംസാരിക്കുക, അങ്ങോട്ട് ചോദിക്കുക. ക്ഷേത്രത്തിൽ വരുമ്പോൾ ചോദിക്കുക, സ്വാമി സുഖമാണോ? ആദ്യം ചോദിക്കേണ്ടതാണ്. നമ്മൾ നമ്മുടെ സുഖം മാത്രമേ പറയണം. ഭഗവാനോട് ചോദിക്കുക, അങ്ങേക്ക് സുഖമാണോ? ഭക്ഷണം കഴിച്ചോ? ഒക്കെ ഭംഗിയായിട്ട് നടക്കണില്ലേ? എന്താ കയ്യിൽ പൊള്ളിയോ? അവിടെ എന്താ വിളക്ക് കെട്ടുണ്ടോ? ചോദിച്ചു നോക്കും, സംസാരിക്കും. ഗുരുവായൂരപ്പൻ്റെ കണ്ണിൽ കരടുണ്ടെന്ന് മേൽശാന്തിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു കൊടുത്ത ഭക്തനുണ്ട്. ഗുരുവായൂരപ്പൻ്റെ കണ്ണിൽ കരടുണ്ടെന്ന് പണ്ടല്ല, ഇപ്പോൾ ഈ അടുത്ത കാലത്ത്. എനിക്കൂടെ എഴിക്കോട് തിരുമേനിയായിട്ടാണ് നമ്മുടെ ശബരിമല മേൽശാന്തി ആയിരുന്നല്ലോ. അദ്ദേഹം ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി ആയിരിക്കുന്ന കാലത്താണ് എഴിക്കോട് കൃഷ്ണദാസ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എവിടെ അല്ല അങ്ങനെയുള്ള ഞാൻ പറഞ്ഞത്, ഭഗവാൻ നമ്മൾ സംവദിച്ചാൽ തിരിച്ച് സംവദിക്കും. അതുകൊണ്ട് ഭഗവാനോട് സംവദിക്കും. നമ്മൾ പ്രത്യേകിച്ച് നഗരങ്ങളിലൊക്കെ ജീവിക്കുന്നവർ, ജീവിതത്തിന് വളരെ തിരക്കുള്ളവർക്ക് നമുക്ക് ജപിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ ഒട്ടും ചിലപ്പോൾ സമയം കിട്ടിയില്ല. പക്ഷേ ഭഗവാനോട് നമുക്ക് എപ്പോഴും സംസാരിക്കാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഭഗവാനെ സമർപ്പിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കും. അത് ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിലും, സ്നേഹിക്കുകയാണെങ്കിലും, മക്കളെ വളർത്തുകയാണെങ്കിലും, സിനിമ കാണുകയാണെങ്കിലും, എന്തും